ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ബി. ഗോപാലകൃഷ്ണന്റെ സന്ദർശനത്തിൽ പ്രതികരിച്ച് ജി. സുധാകരൻ. ഗോപാലകൃഷ്ണൻ ഒരു പുസ്തകം തരാനാണ് തന്റെ വീട്ടിലേക്ക് വന്നതെന്നും അല്ലാതെ ഒരു ബി.ജെ.പിക്കാരനെ താൻ വീട്ടുപടിക്കൽ കയറ്റുമോ എന്നുമാണ് സുധാകരൻ ചോദിച്ചത്. ഗോപാലകൃഷ്ണൻ സുധാകരനെ സന്ദർശിച്ചത് സംബന്ധിച്ച് ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് സുധാകരന്റെ ഈ മറുപടി. കെ.സി. വേണുഗോപാൽ വീട്ടിൽ വന്നത് സംബന്ധിച്ച ചോദ്യങ്ങളോടും സുധാകരൻ പ്രതികരിച്ചു. വേണുഗോപാൽ തന്റെ വീട്ടിൽ വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? മറ്റു പാർട്ടിക്കാരെ കാണരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. കൂടിക്കാഴ്ച ദുരുദ്ദേശത്തോടെയാണെങ്കിൽ മാത്രമേ ചോദ്യമുള്ളൂ. തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ മാത്രം മണ്ടനല്ല കെ.സി. വേണുഗോപാൽ എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടിയുടെ പല നിലപാടുകളിലും സുധാകരൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പരസ്യമായി വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. അടുത്തിടെ CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതും വിവാദമായി. ഇതോടെ അദ്ദേഹം CPM വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി. അതിനിടയിലാണ് കെ.സി. വേണുഗോപാലും വി. ഉണ്ണികൃഷ്ണനും സുധാകരനെ സന്ദർശിച്ചത്. സന്ദർശനത്തിനു പിന്നാലെ സുധാകരനെ പുകഴ്ത്തി നീണ്ട കുറിപ്പ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മതതീവ്രവാദികൾ നുഴഞ്ഞുകയറി നേതൃത്വം പിടിച്ചെടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിടവരുത്തുമെന്ന് ഞങ്ങൾ കൃത്യമായും വ്യക്തമായും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. മറുപടി മൗനത്തിലൊതുക്കി അദ്ദേഹം. മൗനം സമ്മതമാണെങ്കിൽ ആശയപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം പാതി ബി.ജെ.പിയോടൊപ്പമാണ്. ഈ കാര്യത്തിൽ ആശയപരമായി മാത്രം ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചു. എന്നെ ഏറെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവുമായിരുന്നു, കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വവും. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണ് ജി. സുധാകരൻ. അദ്ദേഹം ബി.ജെ.പിയിൽ വരുമെന്നോ അംഗത്വം എടുക്കുമെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇന്ന് ബി.ജെ.പി. ഉയർത്തിക്കാട്ടുന്ന മതഭീകരതയുടെ CPM-ലെ നുഴഞ്ഞുകയറ്റം അദ്ദേഹവും മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് തോന്നിയെന്നാണ് ഗോപാലകൃഷ്ണൻ കുറിച്ചത്. അതേസമയം ബി.ജെ.പി. പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ജി. സുധാകരൻ ഇതിനു മുൻപും പ്രതികരിച്ചിരുന്നു. ഇത്തരം പ്രചരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ട് CPM-ന് ഒപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് സുധാകരൻ അന്ന് പറഞ്ഞത്. തന്നെക്കുറിച്ച് അറിയാവുന്ന നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ സംശയമില്ലെന്നും അറിയാത്തവർക്കാണ് സംശയമെന്നും സുധാകരൻ പറയുകയുണ്ടായി. ചില നേതാക്കൾ ഞാൻ ബി.ജെ.പിയിലേക്ക് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന നിലപാടുള്ളവരായിരുന്നു. പാർട്ടിക്ക് അത്തരമൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. ബി.ജെ.പി. പലരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കാറുണ്ട്. അതവരുടെ ദൗർബല്യം മാത്രമാണെന്നായിരുന്നു സുധാകരന്റെ മറുപടി. നേരത്തെ ആലപ്പുഴയിലെ CPM-ന്റെ ഞെട്ടിക്കുന്ന തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജി. സുധാകരനും ചില നേതാക്കളും തമ്മിൽ അസ്വാരസ്യം നിലനിന്നിരുന്നു. പല ഘട്ടത്തിലും ഇത് പരസ്യമാവുകയും ചെയ്തതാണ്. എച്ച്. സലാം MLA അടക്കമുള്ള നേതാക്കൾ സുധാകരനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. സുധാകരന്റെ മോദി സ്തുതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സലാമിന്റെ വിമർശനം. സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച സലാം കടുത്ത ഭാഷയിലായിരുന്നു പ്രതികരിച്ചത്. ഇതോടെ സുധാകരൻ വീണ്ടും ഇടഞ്ഞു. നിരന്തരം പാർട്ടിയുടെ വീഴ്ചകൾക്കെതിരെയും ജില്ലയിലെ നേതാക്കൾക്കെതിരെയും രംഗത്തു വന്നതോടെ അദ്ദേഹം പാർട്ടി വിടുകയാണെന്നും ബി.ജെ.പിയിൽ ചേരുകയാണെന്നുമുള്ള പ്രചരണം ശക്തമാവുകയായിരുന്നു. ഇതിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ട് LDF സർക്കാരിലെ അഴിമതിയെപ്പറ്റി അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പൊതുമരാമത്ത്, റവന്യൂ, എക്സൈസ് വകുപ്പുകളിലാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. വികസനത്തിനായി ചിലവഴിക്കുന്ന പണത്തിന്റെ പകുതി പോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്ന് സുധാകരൻ ആരോപിച്ചിരുന്നു.